സമസ്തയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതിനൊപ്പം തന്നെ ഇന്നിപ്പം ലീഗിൻ്റെ അടിയന്തര യോഗം ചേർന്ന ദിവസം കൂടിയാണ്. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിൽ രാവിലെ 10 മണിക്കാണ് യോഗം ചേരുക. പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗ് കടുത്ത അതൃപ്തിയിലാണ്. മുസ്ലിം ലീഗ് നിർദ്ദേശിച്ച VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ലെങ്കിൽ സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ചും ലീഗിന്റെ മന്ത്രിമാർ ആരൊക്കെ എന്നത് സംബന്ധിച്ചും ചർച്ചകളൊക്കെ നടക്കും. പ്രസാദ്, ഇപ്പം ഈ പറഞ്ഞതുപോലെ ലീഗ് നേരത്തെ തന്നെ കടുത്ത അതൃപ്തിയൊക്കെ അറിയിച്ചിരുന്നു. ലീഗ് ആദ്യം ലീഗിന്റെ നിലപാട് അറിയിച്ചു. പിന്നീട് വൈകുന്നതിൽ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ അവരുടെ അതൃപ്തി അത് ആദ്യം ജില്ലാ അധ്യക്ഷന്മാരും പിന്നീട് പാണക്കാട് കുടുംബത്തിൽ നിന്ന് മുനവർലി തങ്ങളുടെ പ്രതികരണവും ഒക്കെ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം അത് ഏറെ നിർണായകവുമാണ്. എന്ത് തീരുമാനങ്ങൾ എടുക്കാനാണ് സാധ്യത? ഇന്നിപ്പം ഒരു മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. ഏറെക്കുറെ വരും എന്ന് തന്നെ ഉറപ്പിക്കാവുന്ന ദിവസമാണ് ഇന്ന്. ആ നറുക്ക് VD സതീശനിലേക്കല്ല KC-യിലേക്കോ RC-യിലേക്കോ ആണ് പോകുന്നെങ്കിൽ തീരുമാനിക്കേണ്ട ലീഗ് നിലപാടും കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമോ പ്രസാദ്? സേതു, ഇന്ന് ലീഗിന്റെ പ്രധാനപ്പെട്ട 8 നേതാക്കളാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുക. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി, MK മുനീർ ഉൾപ്പെടെയുള്ള അവരുടെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന യോഗമാണുള്ളത്. ഇതിനകത്ത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായതിനു ശേഷവും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത് UDF ഒന്നാകെ തന്നെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഒരു അമർഷവും അതിന്റെ എതിർപ്പുമെല്ലാം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുക എന്നതുകൂടി ഈ യോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ടതാണ്. അക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. എന്നാൽ മുഖ്യമന്ത്രിയെ ആരെ പിന്തുണയ്ക്കണമെന്ന് സംബന്ധിച്ച് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് അവരുടെ നിലപാട് പരസ്യമായും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളോട് ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പൊതുജന വികാരം മാനിക്കണം എന്നുള്ളത്, അതായത് VD സതീശനെ പിന്തുണയ്ക്കുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. പക്ഷേ VD സതീശന് പകരമായി അല്ലെങ്കിൽ അതിന് പകരം ഇപ്പോൾ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ KC വേണുഗോപാലോ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കേണ്ടതില്ല എന്നതും ലീഗ് നിലപാടാണ്. ആ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അവകാശം കോൺഗ്രസിന് തന്നെയാണുള്ളത്. പക്ഷേ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ അത് മുസ്ലിം ലീഗിന്റെ താല്പര്യം, പൊതുജന വികാരം എന്ന് പറയുന്നത് അത് കണക്കിലെടുത്തുകൊണ്ട് ഒരു തീരുമാനം വേണം എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇനിയിപ്പോൾ വീണ്ടും ഘടകകക്ഷികളിൽ നിന്നൊരു അഭിപ്രായം തേടിയാലും മുസ്ലിം ലീഗ് പറയുക. പക്ഷേ ഒരു വലിയ എതിർപ്പിലേക്ക് ഒന്നും തന്നെ വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു അജണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ ഉടൻ തന്നെ സർക്കാർ രൂപീകരണത്തിലേക്കും സത്യപ്രതിജ്ഞയിലേക്കും എല്ലാം തന്നെ കടക്കും. അപ്പോൾ മന്ത്രിമാരെ കൂടി അന്തിമമായി നിശ്ചയിക്കേണ്ടതുണ്ട്. അതിൽ PK കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് ഉറപ്പായും മന്ത്രിയാകുമെന്ന് ഉറപ്പായിട്ടുള്ള ആളുകൾ. ഇനിയിപ്പോൾ PK ബഷീർ, KM ഷാജി, അങ്ങനെ നിരവധി അവരുടെ നേതാക്കളുണ്ട്. ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പം എത്ര മന്ത്രിസ്ഥാനം വന്നു കഴിഞ്ഞാൽ അവർ വളരെ വേഗത്തിൽ തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഡിലേ ഉണ്ടാകാതെ വളരെ വേഗത്തിൽ മന്ത്രിമാരെ നിശ്ചയിച്ചുകൊണ്ട് ആ പട്ടിക നൽകുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു കൂടിയാലോചന നടത്താൻ കൂടിയാണ് ഇന്നത്തെ യോഗം. ശരി പ്രസാദ്, ശരി. ഇപ്പോൾ പാണക്കാട് പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗം ചേർന്ന ദിവസമാണ് ഇന്ന്.